ഹലോ, ഇന്ന് പാച്ചുവിനെ വൈകുന്നേരം അംഗനവാടി വിട്ട് വരുന്ന വരവാട്ടോ അത്. അപ്പോൾ രാവിലെ മുതലേ ഇവിടെ നല്ല മഴയുണ്ട് ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അംഗനവാടി മുതൽ വീട് വരെ മഴയത്ത് വെള്ളത്തിലും കളിച്ചിട്ടാണ് ആൾ വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ വെള്ളം കെട്ടി കിടക്കുന്നത് കണ്ട് അതിലേക്ക് ചാടി പിന്നെ ഫുൾ അതിലേനുണ്ട് കളി. അപ്പം ഞാനൊന്ന് ചീത്തയൊന്നും പറയാൻ നിന്നിട്ടില്ല, കുറച്ച് നിന്ന് കളിച്ചോട്ടേ എന്ന് വിചാരിച്ചു. പക്ഷെ അത് ഒന്നൊന്നര കളിയായിപ്പോയി കേട്ടോ. കുറേ നേരം കളിച്ചു, പിന്നെ കുളിക്കാനും സമ്മതിച്ചില്ല, ആകെ പിന്നെ കച്ചറയിനും ഇവിടെ. അപ്പം ഇപ്പോഴല്ലേ പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു കളിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ ചീത്തൊന്നും പറയാതെ വെള്ളത്തിൽ ഇറക്കി വിട്ടേ. അങ്ങനെ ഫുള്ള് കളിയിരുന്നു. അവിടെ നിന്ന് അമ്മായിമാരൊക്കെ ചീത്ത അറിയുന്നുണ്ട് വെള്ളത്തിൽ കളിച്ചിട്ട്. പനി വരും എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, ഇങ്ങനത്തെ മഴ ഉള്ള സമയത്ത് മക്കളെ വെള്ളക്കെട്ട് അങ്ങനത്തേലേക്കൊക്കെ വിടാത്തിയാണ് നല്ലത്. അപ്പോൾ ഇത് ആഴം കുറവൊക്കെയാണ്, അതുകൊണ്ട് നമ്മളങ്ങനെ വിട്ടതാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ചോട്ടെ എന്നും വിചാരിച്ചു. ഇങ്ങനെ കളിച്ച് വളരണമല്ലോ മക്കൾ. അങ്ങനെ ആൾ പിന്നെ വെള്ളത്തിൽ കിടന്ന് നീന്തലായി, കരിയും കാലിട്ട് അടിക്കലും കാര്യങ്ങളൊക്കെയായിരുന്നു. ആൾക്ക് നീന്താൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെള്ളത്തിൽ കളിയിൽ പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ് വെള്ളത്തിൽ കളി. കുളിക്കാൻ കയറിയതാണെങ്കിലും വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ചിട്ട് ആൾ കുളിക്കുള്ളൂ. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ നേരെ അമ്മായിയുടെ വീട്ടിൽ മുറ്റത്ത് പോയി. മുറ്റത്ത് വെള്ളം നിൽക്കുന്നുണ്ട് കാരണം അമ്മായി വിളിച്ചപ്പം ഒന്ന് അങ്ങോട്ടേക്ക് പോകട്ടെ അമ്മ പറഞ്ഞിട്ട് അവിടെ അറ്റം പകുതി വരെ പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെയും വെള്ളത്തിൽ തന്നെ കളിയായിരുന്നു. അപ്പോൾ നമ്മുടെ പാപ്പന്മാരൊക്കെ നമ്മൾ അംഗനവാടി കൂട്ടാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് മഴ പെയ്തപ്പോൾ അവർ വഴിയിൽ കയറി നിന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അവിടെ പോയി മുറ്റത്ത് കുറച്ച് നേരം അവിടെയും കളിച്ചു. അപ്പോഴേക്കും നമ്മുടെ പാപ്പന്മാരൊക്കെ ലാൻഡ് ചെയ്തു. പിന്നെ പാപ്പന്മാരെ വഴിക്ക് വിളിച്ചപ്പം അവർ നമ്മൾക്ക് വെച്ചതിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങടേക്കാണ് ഇനി അടുത്ത പോക്ക്. അപ്പോൾ ഇത് ഞാൻ അമ്മ വെള്ളത്തിൽ ചാടിട്ടോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ചെന്നൈയിലേക്കാണ് എത്തിയത്. ചെന്നൈയിൽ അവിടെ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ നമ്മളെ ചാനൽ പുതുതായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ. അത് നമുക്കിവിടെ ഒരു ആമ്പൽക്കുളമൊക്കെ ഉണ്ട്. ഒരു ചെന്നൈയിൽ കുറച്ച് ആമ്പലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.